ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു നല്ല പൊരി വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഉണങ്ങാൻ ഒരുപാട് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രജീഷ് ചേട്ടൻ്റെ ടാർപ്പായ അതെല്ലാം വിരിച്ചിട്ട് ഞാനുള്ള തുണി മൊത്തം എടുത്ത് വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വെയിൽ കണ്ടേരുണ്ടല്ലോ, എനിക്ക് ഈ റോട്ടിൽ ഉണക്കിയിടാൻ തോന്നി. റോട്ടിൽ അത്രയ്ക്കും വെയില, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. എൻ്റെ അമ്മോ, അങ്ങനെ ഞങ്ങൾ വില്ലേജ് ഓഫീസിലെത്തിയ വില്ലേജ് ഓഫീസിൽ എന്താ വെറുതെ പോയത് തന്നെ, പോയ കാര്യം ഒന്നും നടന്നില്ല കേട്ടോ. പ്രജീഷ് ചേട്ടൻ ഇതാ സുന്ദരനാവുന്നുണ്ട്, എന്തിനോ എന്തോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ധ്യാനൂസ് സ്കൂളെല്ലാം വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവം കൊണ്ടാണ് വന്നത്. ഇതെല്ലാം പണ്ട് ഇങ്ങനെ കളിക്കുന്നത്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ നരകം, സ്വർഗം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഏതിലേലും ഒന്നിൽ തൊടാൻ പറയില്ലേ, അതാണ്. അപ്പോൾ ധ്യാനൂസിൻ്റെ ആ വണ്ടിയും കൊണ്ട് അവന് റോട്ടിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീരദേശ റോഡുണ്ട് നമ്മുടെ താഴെ തന്നെ, അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ. അതാണെങ്കിൽ പേടിക്കണ്ട, വണ്ടികൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവന് എപ്പോഴും വീട്ടിൽ തന്നെ അകത്ത് തന്നെ ഇരുന്നല്ലേ ധ്യാനൂസ് കളിക്കില്ല. ധ്യാനുവിന് അങ്ങനെ കളിക്കാനൊന്നും ആരും ഇല്ല കേട്ടോ, അവൻ ഒറ്റയ്ക്കേ ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ വിചാരിച്ചു അവനെ വൈകുന്നേരങ്ങളിൽ നിന്ന് ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രമ്യേച്ചിയും കുഞ്ഞുവും കൂടി സൈക്കിളും എടുത്തിട്ട്, കുഞ്ഞുവും പരാതി തന്നെ പോലും അവൾക്ക് അവിടെ നിന്ന് ഓടിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞും വന്നു. അപ്പോൾ പിന്നെ കളിക്കാൻ ആളായല്ലോ, കുഞ്ഞും ധ്യാനൂസും കൂടിയായി പിന്നെ കളി. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡ് വരെ പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മളൊരു അതിഥീനെ കാണുന്നത്. അപ്പോൾ അതിനെ കണ്ടപാട് ഞങ്ങൾ അതിനെ അങ്ങ് ഓടിച്ചു വിട്ടു കേട്ടോ, കാരണം നിറയെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഇനയുള്ള ഏതോ ഒരു പാമ്പാണ്. അപ്പോൾ ധ്യാനം എല്ലാവരും കളിക്കുന്ന കണ്ടവരാണ് ഒരു പേരക്ക മരം, നിറച്ചും പേരക്കയുണ്ട്. അപ്പോൾ നല്ല പഴുത്തത് നോക്കിയിട്ട് ഞങ്ങൾ രണ്ടെണ്ണം പറിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ധ്യാനുവിനെ വീട്ടിലാക്കി കഴിഞ്ഞ് വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങാനായിട്ട് ഞങ്ങൾ ബൈപ്പാസിലേക്ക് പോയിട്ടോ. അപ്പോൾ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പച്ചക്കറിയും ധ്യാനൂസിനും ഫ്രൂട്ട്സും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കുള്ള പ്രശ്നം എന്താണെന്നറിയാം, ഇതുപോലത്തെ പൊടികളും സാധനങ്ങളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ എന്നെ അങ്ങോട്ടേക്ക് വലിക്കും. എന്നെ ഇതെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എന്നെ വലിക്കും. അന്നേരം എന്താക്കും, പ്രജീഷ് ചേട്ടൻ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വലിക്കും. പിന്നെ ഞങ്ങളവിടെ കിടന്നൊരു പിടിയും വലിയായിരിക്കേ. അപ്പോൾ ആ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പ്രജീഷ് ചേട്ടൻ പറഞ്ഞു മുടി വെട്ടണം. മുടിയും വെട്ടി എല്ലാം കഴിഞ്ഞ് വന്നത് ധ്യാനൂസിനെ ഇരുത്തി പഠിപ്പിച്ചു കേട്ടോ. അവൻ ഇങ്ങനെ എഴുതുന്നതാണ് നല്ല രസമാണ്. അവന് ആദ്യമെല്ലാം വലിയ അക്ഷരങ്ങളാക്കി എഴുതുന്നത്, ഇപ്പോൾ ഓരോ മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.